ആരിഫ് ഹുസൈൻ, ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ അദ്ദേഹം തന്നെ തന്നിട്ടുണ്ട്. യെസ്, ഞാൻ കേൾക്കാലോ അല്ലേ? ഓക്കെ, ഞാൻ ഇതൊന്ന് ചുരുക്കി ഈ വിഷയം ഒന്ന് ബ്രീഫായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് പറയാമെന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ ആളുകൾക്ക് ഇതാകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ എനിക്കൊരു 5-8 മിനിറ്റെങ്കിലും തരേണ്ടി വരുന്നതാണ് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തത്, ഞാൻ ഈ ഒരു ഇന്നത്തെ ഈ ഒരു ജിഹാദി ആക്രമണം അത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ദിവ്യ IAS വേണ്ടിയിട്ടാണ്. ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നതാണ് എന്ന് പഠിപ്പിച്ച ആ മഹാമനസ്കത ആണ് എന്ന് പറഞ്ഞ ആ ദിവ്യ IAS വേണ്ടിയിട്ട് ഞാൻ ഈ ജിഹാദി ഭീകരാക്രമണത്തെ സമർപ്പിയാമി. നിങ്ങളത് ഏറ്റെടുക്കുക. നിങ്ങൾക്ക് ഈ പറയുന്ന ജിഹാദിനെ കുറിച്ചുള്ള നന്മ വാഴ്ത്തുകൾ അതെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് അടുത്ത വിമാനം പിടിച്ച് നേരെ ഈ പറയുന്ന ഓസ്ട്രേലിയയിലേക്ക് പോയി ഇനിയും പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന ആളുകളുണ്ട്, അവരെ പോയി ഉത്ബോധിപ്പിക്കണമെന്നാണ് ദിവ്യ IAS എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ആക്രമണം നടന്ന് ഇതുപോലെ ആളുകൾ കൊല്ലപ്പെട്ടതുകൊണ്ടാണ്. ഇതിപ്പോൾ ഡിസംബർ 14-ന് ഇത് പൊട്ടിയത്. ഇന്ന് നമ്മൾ 15-ന് ഇരിക്കുന്നു. ഡിസംബർ 12-ന് ജർമ്മനിയിൽ ഇതേപോലെ ഒരു ഇമാമിനെയും 4 കൂട്ടാളികളെയും കൂടി അറസ്റ്റ് ചെയ്തു. ജർമ്മനിയിൽ അവർ പ്ലാൻ ഇട്ടിരുന്നത് ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റാനും അവിടെ പോയി വെടിവെച്ച് കുറേ എണ്ണത്തിന് ഇതേപോലെ കശാപ്പ് ചെയ്യാനുള്ള ജിഹാദി പ്രവർത്തനം തന്നെയാണ് അവരും പ്ലാൻ ഇട്ടിരുന്നത്. അപ്പോൾ അവരും അവിടെ ഈ ജയിലിൽ കഴിയുന്നുണ്ട്. അങ്ങോട്ടേക്കും ഇത് കഴിഞ്ഞിട്ട് ദിവ്യ IAS പോകാം, എന്നിട്ട് അവിടെ പോയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കാം. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തത്, ലാലി PM പോലെയുള്ള കുട്ടികളുടെ പേര് വായിക്കാൻ വെമ്പി നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവരിങ്ങനെ എവിടെ കുട്ടികൾ, പ്രത്യേകിച്ച് ഇങ്ങനെ എഞ്ചിനീയർ ഡോക്ടർ ആവാനൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്ന കുട്ടികൾ എവിടെയൊക്കെ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പേരൊക്കെ ചാടി കയറി വിളിച്ച് കൂവുക എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു അവരുടെ ഒരു ഹോബിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമ ഒക്കെ എടുത്തു കഴിയുന്നതിൻ്റെ ഗ്യാപ്പിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുട്ടിയുടെ പേര് ഞാൻ പറയും. ഒരു കുട്ടിയുടെ പേരാകുമ്പോഴെങ്കിലും അവർക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. കാരണം സുഡാനിലും നൈജീരിയയിൽ കുട്ടികളുടെ പേരിൻ്റെ എണ്ണം കൂടി എന്നതിൻ്റെ പേരിലാണ് അവർക്ക് വായിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു കുട്ടിയുടെ പേരുള്ളൂ, ആ പേരൊന്ന് വായിക്കണം. കുട്ടിയുടെ പേര് മെറ്റിൽഡ എന്നാണ്. വയസ്സ് 10 വയസ്സാണ്. എഞ്ചിനീയറോ ഡോക്ടറോ ആവേണ്ട കുട്ടിയായിരുന്നു, കൊല്ലപ്പെട്ടതാണ്. ഇന്നലെ ഒരു ജിഹാദി ഭീകരൻ, ഒരു ഭീകരനാണ് വെടിവെച്ച് കൊന്നത്. അപ്പോൾ ആ കുട്ടിയുടെ പേരൊന്ന് വായിച്ച് കനിയണം എന്നാണ് എനിക്കൊന്ന് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനി ഈ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് ഞാൻ കാണുന്നത്. ഒന്ന്, ഈ വർദ്ധിച്ചു വരുന്ന ഈ ഇസ്ലാമിക ഭീകരത എന്ന് പറയുന്നത് ആഗോളതലത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിക ഭീകരത എന്ന് പറയാൻ കാരണം അത് കൃത്യമായിട്ട് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഈ ജലീൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിലേക്കൊക്കെ ഞാൻ വരാം. ഏതെങ്കിലും മതത്തിൻ്റെ കീഴിലുള്ള സാധനങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അതൊരു വർഗീയതയ്ക്കോ ഭീകരവാദത്തിനോ ഒക്കെ വഴിവെക്കുന്നുണ്ട് എങ്കിൽ അതിനെ തീർച്ചയായിട്ടും തള്ളിക്കളയണം എന്ന് പറയുമ്പോൾ ഇവിടെ വലിയ പ്രശ്നമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇതേ ആളുകളോട് മനുസ്മൃതിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് പറയും? തീർച്ചയായിട്ടും മനുസ്മൃതി നമ്മൾ കത്തിക്കേണ്ടതാണ്, പറ്റുമെങ്കിൽ അത് എല്ലാ ദിവസവും കൂട്ടിയിട്ട് കത്തിച്ച് നമ്മൾ കട്ടൻ ചായ തിളപ്പിച്ച് കുടിക്കേണ്ട ഒരു കിതാബാണെന്നാണ് അവർ പറയുക. പക്ഷേ ഇതേ സാധനങ്ങൾ ഖുറാനിലെ ആയത്തുകൾ വെച്ചും അതല്ലെങ്കിൽ ഹദീസുകൾ നമ്പർ വെച്ചും നമ്മൾ പറഞ്ഞ് സ്വഹിയായ ഹദീസ് വെച്ച് കൊടുത്താൽ പോലും ഇവർക്ക് അത് എൻ്റെ കിതാബ് അങ്ങനെയല്ല എന്ന് പറയും. ഇതാണ് സംഭവിക്കുക. അപ്പോൾ ആ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കിതാബ്, നിങ്ങൾ മനുസ്മൃതി വായിച്ച സമയം കളഞ്ഞതിനേക്കാൾ മുന്നേ സ്വന്തം കീശയിൽ ഇരിക്കുന്ന കിതാബ് വായിച്ച് നിങ്ങൾ അതിലൊരു 2 വരിയെങ്കിലും നിങ്ങൾ ആദ്യം ഒന്ന് മലയാളത്തിൽ വായിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ചില കാര്യം എന്ന് പറയുന്നത്, ഈ ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് പറഞ്ഞിട്ടാണ് ഈ ആഗോളതലത്തിൽ ഈ ഇന്തിഫാദ, ഈ പലസ്തീനിയൻ കോസ് എന്ന് പറഞ്ഞിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ഫേക്ക് ആക്ടിവിസം ഇവിടെ ഉണ്ടായിരുന്നു. പച്ചയ്ക്ക് പറഞ്ഞാൽ അത് ഭീകരവാദമാണ്, ജിഹാദിസം തന്നെയാണ് അവിടെ അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് എന്ന് നമ്മൾ എന്നോ പറയുന്നതാണ്. ലോകത്ത് മുഴുവൻ ഇതിനെക്കുറിച്ച് ബോധമുള്ള ആളുകൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പലസ്തീനിയനിസം എന്ന് പറയുന്ന ഒരു സാധനം, ഒരു മതമാണ്. ഇന്ത്യയിൽ എങ്ങനെയാണോ ഈ ഹൈന്ദവ ഭീകരത എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന കുളം കലക്കി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ സമാനമായ ഇന്നത്തെ ആധുനിക രൂപമാണ് ഈ പലസ്തീനിയനിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡ്. അവർ മുന്നോട്ട് വെക്കുന്ന ആ ഒരു ആശയത്തിൻ്റെ പേരിലാണ് ഇന്ന് ആഗോളതലത്തിൽ അത് ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുടങ്ങുന്നത് തന്നെ 1920-കളിലാണ്. മുസ്ലിം ബ്രദർഹുഡ് ഉണ്ടാകുന്നത് തന്നെ 1928-29-ലാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള ഈ ഒരു പലസ്തീനിയനിസം എന്ന് പറയുന്ന സാധനം മതവുമായി കൂട്ടിക്കിണച്ചുകൊണ്ട് ഈ പലസ്തീനിയൻ കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജിഹാദ് മാത്രമേ ഉള്ളൂ അതിൻ്റെ വഴി എന്ന് അവരുടെ ആർട്ടിക്കിൾ 11 അവരുടെ ചാർട്ടറിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ആ രീതിയിൽ കൃത്യമായിട്ട് അവർ തന്നെ നിർവചിച്ച് വെച്ചിരിക്കുന്ന, അവർ ലക്ഷ്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ജിഹാദ് ആണ് ഈ പലസ്തീനിയനിസം എന്നതിൻ്റെ ഒരു വഴിയായിട്ട് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാധനം ഗ്ലോബലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്?
ആഗോളതലത്തിൽ ജിഹാദ് അവിടെ പ്രചരിപ്പിക്കുക എന്നതുകൂടി തന്നെയാണ്. ഇനി എന്താണ് ഈ ജിഹാദിൽ അവർ മുന്നോട്ട് വെക്കുന്നത്? അതും ഇവരുടെ ആർട്ടിക്കിൾ 7 അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവസാനത്തെ ജൂതനെ കൊന്നു തള്ളണം. ഇതാണ് അവരുടെ ഈ ജിഹാദിന്റെ ഉൽപ്പന്നം, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് അവർ അവിടെ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ ജൂതനുണ്ടോ അവിടെ എല്ലാം കയറി ചെന്നുകൊണ്ട് ജൂതനെ ഉന്മൂലനം ചെയ്യുക എന്ന കൃത്യമായ ജനസൈഡൽ കോൾ, അല്ലെങ്കിൽ എന്താ പറയുക, വംശഹത്യ എന്നൊക്കെ പറയുന്ന സാധനം കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അവരുടെ ചാർട്ടറിൽ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്. ഹമാസിന്റെ ചാർട്ടറിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഈ സാധനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന ഇന്തിഫാദ എന്ന് പറയുന്നതും. അത് ഗ്ലോബലൈസ് ചെയ്യാന്നുള്ള ആ ഉദ്ദേശത്തിൽ നടക്കുമ്പോൾ പച്ചയ്ക്ക് പറഞ്ഞാൽ അത് ഈ ജിഹാദി ഭീകരത ഈ പേരിൽ ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുക, ഇതിന്റെ പേരിൽ ആളുകളെ ഈ ഒരു അവരുടെ അജണ്ടയിലേക്ക് ആളുകളെ കുരുക്കിയിടുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അതാണ് നമ്മളിവിടെ നടക്കുന്നതായിട്ട് കാണുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഗ്ലോബലൈസ് ഇന്തിഫാദ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊരു ഭീകരവാദ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കണ്ട് അവരെ തുറങ്കിൽ അടയ്ക്കണം, അവരെ ഒതുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുക. അതിനെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. പലസ്തീനിയനിസം എന്ന് പറയുന്നത് ഒരു ഭീകരവാദം തന്നെയാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സത്യത്തിൽ ഈ പറയുന്ന ഭീകരാക്രമണം അത് നടത്താൻ വേണ്ടി ഇവർ തെരഞ്ഞെടുത്ത ഈ ദിവസം, ഈ ഹനുക്ക ഈ പറയുന്ന ആഘോഷം എന്ന് പറയുന്നത്, ഹനുക്ക കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് ഈ സാധനമാണ് ഈ പറയുന്നത്. ഇതിൽ ഓരോ കള്ളിയിലും ഈ മറ്റേ എന്താണ് മെഴുകുതിരി കത്തിച്ചു വെച്ചുകൊണ്ടാണ് അവരത് ലൈറ്റ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. എന്താണ് ഈ ആഘോഷത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്? ഈ ദിവസം തെരഞ്ഞെടുത്തത് സത്യത്തിൽ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം, ഈ പറയുന്ന പലസ്തീനിയനിസം കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, എല്ലാ ഫ്രീ പലസ്തീൻ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന ഒരു സാധനമാണ്. കാരണം എന്താ, നിങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഈ ജൂതന്മാർ അവിടെ കയ്യേറിയെന്നാണ്. ഈ ജൂതന്മാരവിടെ കയ്യേറി എന്നാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഈ ഹനുക്ക ഈ ആഘോഷം നടക്കുന്ന എന്തിന്റെ പേരില? അതായത് BC 2 അവിടെ ഉണ്ടായിരുന്ന ഒരു ഹെലനിസ്റ്റിക് റൂള് ഈ ജൂതന്മാരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെതിരെ അവിടെ നടന്നിട്ടുള്ള ഒരു റിവോൾട്ട്, മക്കാബിയൻ റിവോൾട്ട് എന്നാണ് അതിന് പറയാം. ആ റിവോൾട്ടിന്റെ ഭാഗമായിട്ട് ആ ജൂതന്മാർ അവരുടെ ജെറൂസലം തിരിച്ചു പിടിക്കുകയും അതിന്റെ ആ ഒരു ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ ആ ജൂയിഷ് ടെമ്പിൾ രണ്ടാമത് അവിടെ തിരിച്ചു പിടിച്ചതിന്റെ ഓർമ്മയ്ക്ക് ആയിക്കൊണ്ടും അതിനോടൊപ്പം നിൽക്കുന്ന ഒരു ദീപം, ഒരു ദിവസം കത്തേണ്ട എണ്ണ കൊണ്ട് 8 ദിവസം കത്തി എന്ന് പറയുന്ന ഒരു ഐതിഹ്യം, അതും കൂടി വെച്ചുകൊണ്ട് ആണ് ഈ പറയുന്ന വിളക്ക് കത്തിക്കലും പരിപാടിയൊക്കെ അവരവിടെ നടത്തുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഈ BC 2 1 ഒക്കെ ഈ പറയുന്ന സ്ഥലത്ത് ആരുണ്ടായിരുന്നു? ജൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു, ജെറൂസലമിൽ അവരുണ്ടായിരുന്നു, അവരുടെ അമ്പലം അവിടെ ഉണ്ടായിരുന്നു എന്നും കൂടിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താ ഇവിടെ ഉണ്ടാവാൻ പോകുന്നത്? നിങ്ങൾ ഈ ദിവസം തെരഞ്ഞെടുത്തോടുകൂടി ആഗോളതലത്തിൽ തന്നെ ഹനുക്ക എന്താണെന്നും എന്താണ് ഈ ഒരു സെലിബ്രേഷൻ എന്നും ആളുകൾ ഇന്ന് പഠിച്ച് അവർ വളരും. അങ്ങനെ പല ആളുകളും IAS IPS ഒക്കെ എടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ വരും. ഏത് ഹോമിയോ ഡോക്ടർക്കും അതൊക്കെ ആകാം എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുക. അപ്പൊ ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ മറ്റു ചില വശങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഈ ഒരു സംഭവത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നതാണ് ഒരു അഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ വന്നുകൊണ്ട് ഇതിനകത്ത് രക്ഷിച്ചു. അത് ഉയർത്തി വെച്ചുകൊണ്ട് ഒരു റെപ്യൂട്ടേഷൻ ലോണ്ടറിങ് ആണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ജിഹാദികൾ അങ്ങോട്ട് വെളുപ്പിക്കുക. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്തിനാണ് ഈ രക്ഷകരെ ഉയർത്തിക്കൊണ്ട് നിങ്ങൾ ഇതേപോലെ മുസ്ലിങ്ങൾ വലിയ സംഭവമാണെന്ന് പറയാൻ നിൽക്കുന്നത്? ഈ പറയുന്ന തന്തയില്ലായ്മ കാണിച്ച, ഈ തരത്തിലുള്ള ജിഹാദി ഭീകരത കാണിച്ച ഈ 2 ജിഹാദികളെ ഇറക്കി വിടാതിരിക്കാൻ എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നില്ല? എന്തുകൊണ്ട് മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഇത്തരം ആളുകൾ ഉണ്ടാകുന്നു? അപ്പൊ നിങ്ങൾ അതല്ലേ തടയേണ്ടത്? ഈ ജിഹാദി ആക്രമണം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആരെങ്കിലും രക്ഷിക്കും, അയാളെ വെച്ചുകൊണ്ട് ജിഹാദിനെ വെളുപ്പിക്കുക എന്ന് പറയുന്നത് അത് എന്ത് തരം പരിപാടി? അതുകൊണ്ട് എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പഹൽഗാമിൽ നിങ്ങൾ അതേപോലെ ഒരു കുതിര സവാരിക്കാരനെ പൊക്കി കൊണ്ടുവന്നു. അതുകൊണ്ട് എന്താ കാര്യം? നിങ്ങൾ അവിടെ 10-25 പേരെ വെടിവെച്ച് കൊന്നില്ലേ? അതേപോലെ ഓരോ നിങ്ങൾ പറയുന്നു. ഇനി അതല്ല, അത് എടുക്കണം, അതുകൊണ്ട് നിങ്ങൾ അത് പറയുന്നത് ശരിയല്ല എന്നാണ് പറയുന്നുണ്ടെങ്കിൽ, ഗുജറാത്ത് കലാപത്തിലും നമ്മൾ ഇത് കാണുന്നു. അവിടെയും ചില ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇതുപോലെ മുസ്ലിങ്ങളെ സംരക്ഷിച്ചു എന്ന് പറയുന്ന കാര്യം നമ്മളിവിടെ പറയാറുണ്ട്, കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഗുജറാത്ത് കലാപം ഏതെങ്കിലും തരത്തിൽ വെളുപ്പിക്കാൻ നിന്നാൽ നിങ്ങൾ എന്തായിരിക്കും പറയാ? എന്നാലും നിങ്ങൾ കലാപം നടത്തിയില്ലേ എന്നല്ലേ നിങ്ങൾ ചോദിക്കുക. അതിനെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്നാലും ജിഹാദി പ്രവർത്തനം നടത്തിയില്ല. അപ്പൊ അതുകൊണ്ട് അമ്മാതിരി വാദമൊന്നും വെച്ചിട്ട് ഇവിടെ വരണ്ട. മനുഷ്യത്വ ബോധമുള്ള, മനുഷ്യന്മാരായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഏത് വ്യക്തിയും മതഭേദമന്യേ ഇത്തരം കാര്യങ്ങളിൽ വരുമ്പോൾ ആൾട്രൂയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവിയർ കാണിക്കും. അത് കാണിച്ച ആളാണ് ഈ അഹമ്മദ്. അതിനെ ആ വഴിക്ക് വിടുക. പക്ഷെ നമ്മൾ പറയുന്നത് അതേപോലെ ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈ ജിഹാദി ഇത്തരം തടയാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം. അതിനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ഈ ഇസ്ലാമിക് ഈ ജിഹാദ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഹമാസ് ഇവിടെ അഴിഞ്ഞാടുമ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താണ്? ഈ ഹമാസ് തന്നെയാണ് ഐസിസ്. ഇവിടെ ജലീൽ ചോദിക്കണ്ടേ, ജലീൽ പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ജലീൽ ചോദിക്കണ്ടായി എന്താണ് ഐസിസ് എവിടെ പോയിന്ന്? ഐസിസ് എവിടെയും പോയിട്ടില്ല. ഐസിസ് തന്നെയാണ് ഈ ഹമാസിന് ഈ ട്രെയിനിങ് കൊടുത്തിരുന്നതും ജലീസും ഹമാസും കൂടി ഒത്തുചേർന്നുകൊണ്ട് പണി ഒപ്പിച്ചത് മുഴുവൻ ഇതിന് മുന്നിലുള്ള ഡോക്യുമെന്റ്സ് അവിടെ തെളിവുണ്ട്. അപ്പോ ജലീൽ ഇതൊന്നും അറിയാതെ ഇരുന്നിട്ട് ഇതേപോലെ പറഞ്ഞാലൊന്നും ഐസിസ് ഹമാസ് അല്ലാതെ ആവില്ല. ഐസിസ് തന്നെയാണ് ഹമാസ്, ഹമാസ് തന്നെയാണ്
തന്നെയാണ് ഐസിസ്. അപ്പോൾ അത് രണ്ടും രണ്ടല്ല. ഇനി അടുത്തത് ഈ പറയുന്ന കിതാബിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഉണ്ടല്ലോ, പ്രശ്നമുണ്ടല്ലോ. അപ്പൊ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, യെസ്, കിതാബിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്നാണ് പറയാ. നിങ്ങൾ സൂറത്ത് തൗബ എടുക്കുക, അതിനകത്ത് അതിന്റെ വേഴ്സ് നമ്പർ 73 അതെടുക്കുക. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? യാ യുഹൻ നബിയു ജാഹിദുൽ കുഫാറ വൽ മുനാഫിഖീൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്താ അതിന്റെ അർത്ഥം? ഓ പ്രോഫറ്റ്, ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ ഡിസ്ബിലീവേഴ്സ് ആൻഡ് ദ ഹിപ്പോക്രൈറ്റ്സ് എന്ന് തന്നെയാണ്. അതായത് എന്താണ്, കപട വിശ്വാസികളോടും അതുപോലെ തന്നെ അവിശ്വാസികളോടും നിങ്ങൾ ജിഹാദ് ചെയ്യുക. ജാഹിദുൽ കുഫാർ എന്ന് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ജിഹാദ് എന്ന് തന്നെയാണ്. അപ്പോൾ ജിഹാദ് എന്നുള്ള വാക്ക് അറിയാത്ത ദിവ്യ IAS പറയുന്നത് കേട്ടിട്ട് ഇവിടെ ജലീൽ എന്തെങ്കിലും വിളിച്ചു കൂവിയാൽ ഇസ്ലാം അല്ലാതെ ആവില്ല പൊന്ന് ജലീൽ. എനിക്കതാ പറയാം, നിങ്ങൾ പോയിട്ട് രണ്ടാമത് ഇസ്ലാം പഠിക്കുക. ഇനി അത് കഴിഞ്ഞ് നിങ്ങൾക്കിനി ഹദീസിലുള്ള സാധനമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുണ്ടല്ലോ, ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇവിടെ പറയുന്നു എന്താണ് ഈ പറയുന്ന എന്താണ് ഈ ജിഹാദിനെ കുറിച്ച് പറയുന്നത്. ഓരോ വാചകങ്ങൾ നിങ്ങൾ എടുത്ത് നോക്കുക. ഇതിൽ മറ്റൊരെണ്ണത്തിൽ നിങ്ങൾ കാണാം, ഈ ഹമാസിന്റെ ചാർട്ടറിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു. അവരവിടെ നോട്ട് ചെയ്തിരിക്കുന്ന ഒരു ഹദീസ് എന്ന് പറയുന്നത് ബുഖാരി 2926 എല്ലാം എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അതായത് അന്ത്യദിനം സംഭവിക്കില്ല അവസാനത്തെ ജൂതനെയും കൊന്നു തള്ളുന്നത് വരേക്കും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൽ അവർ കൃത്യമായിട്ട് അവിടെ ആർട്ടിക്കിൾ 7 അവർ എഴുതി, ദ ഡേ ഓഫ് ജഡ്ജ്മെന്റ് വിൽ നോട്ട് കം അബൌട്ട് അണ്ടിൽ മുസ്ലിംസ് ഫൈറ്റ് ദ ജ്യൂസ്, അതായത് കില്ലിംഗ് ദ ജ്യൂസ് എന്ന് ബ്രാക്കറ്റിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. വെൻ ദ ജൂ വിൽ ഹൈഡ് ബിഹൈൻഡ് സ്റ്റോൺസ് ആൻഡ് ട്രീസ്, അതായത് കല്ലിന്റെ മരത്തിന്റെ പിന്നിൽ ജൂതന്മാർ ഒളിക്കും. ദ സ്റ്റോൺസ് ആൻഡ് ട്രീസ് വിൽ സേ ഓ മുസ്ലിംസ്, അന്ന് ആ സമയത്ത് ഈ കല്ലും മരങ്ങളും വിളിച്ചു പറയും, ഓ മുസ്ലിമേ, നിന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട് എന്ന് പറയും. കം ആൻഡ് കിൽ ഹിം, അവനെ പോയി കൊല്ലു എന്ന് പറയും. ആ സമയത്ത് ഒരു മരം മാത്രം അത് ചെയ്യില്ല. ആ മരം ഏതാണ്? ഗർക്കത് മരമാണ്. ആ മരം ജൂതന്മാർ നട്ടുപിടിപ്പിക്കും എന്നും കൂടിയൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇത് എല്ലാ ഭാഷയിലും ഇൻക്ലൂഡിങ് മലയാളത്തിൽ, മദ്രസയിൽ, വെള്ളിയാഴ്ച പള്ളികളിൽ, അതുപോലെ മതവേദികളിലെല്ലാം പ്രസംഗിക്കുന്ന ഇവിടുത്തെ ഉസ്താദുമാരടക്കം ഉള്ളപ്പോഴാണ് ജലീൽ വന്നിട്ട് പറയുന്നത് നമുക്ക് വലുത് ദിവ്യ IAS ആണെന്ന്. അതാ ഞാൻ പറഞ്ഞു, ദിവ്യ IASനെ എത്രയും പെട്ടെന്ന് അടുത്ത എയറോപ്ലെയിൻ പിടിച്ച് നിങ്ങൾ നേരെ ഓസ്ട്രേലിയയിലേക്ക് വിടുക. ഇനി പൊട്ടിത്തെറിക്കാൻ ഇതുപോലെ വെടിവെക്കാൻ നിൽക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അവരെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക എന്നാണ് ഞാൻ ആവശ്യപ്പെടുക. അപ്പോൾ ഈ രീതിയിൽ അടിമുടി ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇതാണ് ഈ പറയുന്ന മതവും ഈ മതത്തിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ജിഹാദിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഞാൻ ഇതിനൊരു പേരിട്ടിട്ടുണ്ട്, പേപ്പട്ടി മതം എന്നാണ് ഞാൻ വിളിക്കാറുള്ളൂ. എല്ലാ ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് വേറെ മതത്തെ ഒന്നും വിമർശിക്കില്ല എന്ന്. നിങ്ങൾ പറയൂ, ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എടുക്കുക, അതിനകത്ത് ഓരോ വർഷം ഈ ടെറർ ഇൻസിഡൻസ് അല്ലെങ്കിൽ ഇതുപോലെ അറ്റാക്ക് ഉണ്ടാക്കുന്നതിന്റെ ലിസ്റ്റ് അവർ ഇറക്കുന്നുണ്ട്. 2025 ഇറക്കി, മാർച്ച് മാസത്തിലാണ് ഇറക്കിയത്. അതിൽ ആദ്യത്തെ ഒരു 100 സംഘടന നിങ്ങൾ എടുക്കുക. ആ 100 സംഘടന എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു 80% 90% ഏതാണ്? ഇസ്ലാമിക് ടെറർ ആണ്, ഇസ്ലാമിക് ടെറർ ഓർഗനൈസേഷൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് മറ്റ് സെപ്പറേറ്റിസ്റ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് വരുന്നുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ വരുന്നുള്ളൂ. അത് നിങ്ങൾ കാണാതെ ഇതിനകത്ത് ഇസ്ലാമിന് എന്താ പങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? പിന്നെ ഐസിസ് എവിടെയാണ് ഇത് ചെയ്യാത്തതെന്ന് ഞാൻ നിങ്ങൾക്ക് വെക്കുന്ന വെല്ലുവിളി, ഐസിസ് പണ്ടുവെച്ച വെല്ലുവിളിയാണ്. എന്താണ് ഐസിസ് ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കേ, അവർ ചെയ്യുന്നത് ഇന്നത് ഇസ്ലാമികമല്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് പറയൂ. ഞാനിത് എത്ര കാലമായി ഈ വെല്ലുവിളി വെച്ചുകൊണ്ടിരിക്കും. ഒരു ഉസ്താദ് പോലും മുന്നോട്ട് ഇതുവരെ വന്നിട്ടില്ല. പല ഉസ്താദന്മാരോട് നേരിട്ട് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്, ഒരാൾ പോലും ഇത് ഏറ്റെടുത്തിട്ടില്ല. കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അടിമകളെ വെക്കുന്നത് മുതൽ അവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നത് മുതൽ കൊള്ളയടിക്കുന്നത് മുതൽ എല്ലാ സംഗതിയും എന്താണോ മുഹമ്മദ് നബി ചെയ്തത് അത് തന്നെയാണ് ഐസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പരം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ അവർ ഒരെണ്ണം പോലും കൂടി കുറഞ്ഞ് ചെയ്യുന്നില്ല. അതിനൊക്കെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. നാദിയ മുറാദിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. യസീദി കൂട്ടക്കൊല നടത്തിയപ്പോൾ അതിനകത്ത് പിടിക്കപ്പെട്ട് ലൈംഗിക അടിമയാക്കി വെക്കപ്പെട്ട ഒരു കുട്ടിയാണ് ഈ യസീദി കുട്ടിയാണ് ഈ പറയുന്ന നാദിയ മുറാദ്. സ്വന്തമായിട്ട് ഒരു പുസ്തകം എഴുതി നൊബേൽ പ്രൈസ് വരെ കിട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ അവരുമായിട്ടൊക്കെ നേരിട്ട് സംസാരിക്കും എന്താണ് ഐസിസ് ചെയ്തത് എന്നുള്ളത്, ആ രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം സംഗതികൾ ഉണ്ടാവുമ്പോൾ ഇവിടെ RV ബാബു പറഞ്ഞ പോലെ ഇവിടെ സാധാരണ എല്ലാ മുസ്ലിമും തീവ്രവാദി അല്ല എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ വെക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറയുക. കാരണം ഇവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന ജിഹാദി തരത്തെയും അതിനുവേണ്ടി അനുകൂലിക്കുന്ന ആളുകളെ, അതിനെ ന്യായീകരിക്കുന്ന ആളുകളെയും നമ്മൾ കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് സാധാരണ മുസ്ലിമിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം അങ്ങനെ ഒരു കീഴ്വഴക്കം ഹിന്ദുത്വ ടെററോ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും സാധനമോ വരുന്ന സമയത്ത് ഇവിടെ ആരും ചെയ്യാറില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്ന സമയത്ത് അത് പറയേണ്ട കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്നത്. ഇനി ജലീലിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങൾ വരുമ്പോൾ എന്തിനാണ് ഇതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ ഇവിടെ ന്യായീകരണം കണ്ടെത്തുകയാണ്. ഇത് ഇസ്രായേലിന്റെ കണ്ടുപിടുത്തമാണ്, ഇത് വേറെ ആരോ പറഞ്ഞതിന്റെ പേരിൽ ഇത് എന്തോ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. ബീഹാർ ഇലക്ഷൻ അവിടെ ഇല്ലാതെ പോയി, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഒരു ബീഹാർ ഉണ്ടായിരുന്നെങ്കിൽ അത് ബീഹാർ ഇലക്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നു. നിങ്ങളുടെ വിഷം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് പോലും ശ്രീ ജലീൽ പുനലൂർ പറയുന്നില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് ഈ ന്യായീകരണം?
നിങ്ങൾ കൃത്യമായിട്ട് പറയാ, ഈ ഏതൊരു മതത്തിലും ഇത്തരത്തിലുള്ള സാധനം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ടെറർ നടത്തിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ മനുസ്മൃതിയെ തള്ളി പറയാൻ കഴിയുന്നത്, അതേപോലെ ഖുറാനിൽ ഉണ്ടെങ്കിൽ അതിനെ തള്ളി കളയണം എന്നൊരൊറ്റ സ്റ്റേറ്റ്മെന്റ് വെച്ചാൽ നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഇതേപോലെ ഒരു വളഞ്ഞിട്ട് ഒരു തക്കിയ കളിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ജിഹാദിയാണെന്ന് ആരെങ്കിലും ഇവിടെ പറയോ? ഇല്ലല്ലോ. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ അതിനും ഇതുപോലെയുള്ള ലോകത്തില്ലാത്ത ന്യായങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുളം തോണ്ടിക്കൊണ്ടിരിക്കുന്നത്, കുഴി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന തരത്തിലേക്ക് കൊണ്ടുവെക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളുടെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ സമാധാന പ്രിയരായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളെ പോലും നിങ്ങൾ ഈ ജിഹാദിന് കൂട്ടു നിൽക്കുന്ന ആളുകളാണ്, അവരും ഇതേപോലെ ഇതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നവരാണോ എന്ന് ബാക്കിയുള്ള ആളുകളെ കൊണ്ട് സംശയിപ്പിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആളുകളാണ്. ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് ഈ പണിയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് തള്ളി പറയേണ്ടത് തള്ളി പറയുക എന്നുള്ളതാണ്. അത് ചെയ്യാത്ത കാലത്തോളം ബാക്കി മുസ്ലിങ്ങളും കൂടി നിങ്ങളുടെ വലയിൽ വീണ് അവരും കൂടി കുഴിയിൽ ചാടുന്ന അവസ്ഥയാണ്.